ഇവിടെ വരണോ ബാക്കി പോണോ? ഫ്രണ്ട് വയറ് കാണുന്നുണ്ടോ? എൻ്റെ വയറ് കാണുന്നുണ്ടോ? മഴ. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. അപ്പോൾ ഇത് അനന്തു. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും. അതിന് മുന്നേ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നത് CB 350 ആണ്. ആശാൻ്റെ ഹിമാലയൻ 450 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് 5 മാസം അല്ലേ? 5 മാസത്തിനുള്ളിൽ പക്ഷേ 10,000 കിലോമീറ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളതാണ് വേറെ കാര്യം. 11 ആയോ? അത് ശരി. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് സർവീസ് ആണ് കഴിഞ്ഞത്. തേർഡ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ മൂന്ന് ഫ്രീ സർവീസ് അല്ലേ? 4 ഫ്രീ സർവീസ് ആണ്. അപ്പോൾ ലേബർ ചാർജ് വന്നിട്ടുണ്ടാവില്ലല്ലോ? വന്നിട്ടില്ല. അപ്പോൾ അല്ല അങ്ങനത്തെ നോക്കുമ്പോൾ സർവീസ് എത്ര വരുന്നുണ്ട്? അപ്പോൾ 1500 ആണ് ശരിക്കും വരുന്നത്. ഇയാൾ ഒരു 300 റുപ്പീസിൻ്റെ വാഷും കൂടെ ചെയ്തു. അപ്പോൾ ഒരു നോക്കുമ്പോൾ 1500 വരുന്നുള്ളൂ. ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ ചേഞ്ച്, എയർ ഫിൽറ്റർ ക്ലീനിങ്, ബ്രേക്ക് പാഡ് ക്ലീനിങ്, ചെയിൻ ലൂബിങ് ക്ലീനിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പെയ്ഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഇയർലി ഒരു 3000 പ്രതീക്ഷിക്കാം. 3,500 ഒക്കെ പോയി. എന്നാലും ഹൈനസിന് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ല. ഹൈനസിനെക്കാളും ചീപ്പായിട്ടാണ് തോന്നുന്നത്. എനിക്ക് 3800 വരുന്നുണ്ടായിരുന്നു മിനിമം ഹൈനസ്. അത് ശരി. അപ്പോൾ നമുക്ക് ഹൈനസ് ഉണ്ടായിരുന്നപ്പോൾ നിനക്ക് ഓൾമോസ്റ്റ് 10 ഇയേഴ്സോ 5 ഇയേഴ്സ് എന്തോ എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടായിരുന്നു ഞാൻ എടുത്ത. പിന്നെ AMC എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു 1.5 months 2 months എനിക്ക് സർവീസ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഓട്ടോ ഉണ്ടായിരുന്നു. AMC 10,000 റുപ്പീസിൻ്റെ AMC 1 ഇയറിലേക്ക് എടുത്തു. അപ്പോൾ ആ 3,800 എനിക്ക് ഓൾമോസ്റ്റ് 1,000 ആയിട്ട് കുറഞ്ഞു കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഹിമാലയൻ എടുക്കുന്നത്? ഇതിന് AMC അങ്ങനെ ഇല്ല. അത് പെർ സർവീസിന് എടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 1 ഇയർ AMC കിട്ടുന്നില്ല. അപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ആണെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണം. 5 ഇയേഴ്സിൻ്റെ എടുക്കണം. അത് 6 monthsനുള്ളിൽ എടുക്കണമെന്ന്. ശരി. ഇനി എടുക്കണം. 11,000 റുപ്പീസ് ആവും. 11,000 റുപ്പീസ് 5 ഇയേഴ്സ്. 5 ഇയേഴ്സ്. അത് എടുത്ത് വയ്ക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ നല്ലത്. കാരണം ഹോണ്ട നമുക്കറിയാം റിലയബിൾ ആണെന്നുള്ളത്. റോയൽ എൻഫീൽഡ് ഒട്ടും റിലയബിൾ അല്ലാന്നല്ല, പക്ഷേ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ സർവീസ് കഴിഞ്ഞ സമയത്ത് എഞ്ചിൻ ഓയിൽ ക്യാപ്പിൻ്റെ ഒരു ചെറിയ ഡാമേജ്. അത് പിന്നെ പ്രതീക്ഷിക്കാം. അതാണ് എനിക്ക് ഹോണ്ടയിൽ നിന്ന് ഇതിലോട്ട് വന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. സർവീസ് കുറച്ച് പോരായ്മയാണ്. നമ്മൾ ഹോണ്ട ബിഗ് വിങ്ങിലായിരുന്നപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം കസ്റ്റമറായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവേ നോർമൽ ഹോണ്ടയിൽ നിന്ന് ബിഗ് വിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളൊരു പ്രീമിയം കസ്റ്റമർ, അതുപോലത്തെ സർവീസും ലോഞ്ചും എല്ലാം അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. റോയൽ എൻഫീൽഡ് ശരിക്കും കുറച്ചുകൂടെ ഒരു പ്രീമിയംനെസ് കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് ആ ഒരു 450 അബവ്. കാരണം ഇപ്പം കുറേ 650 cc ഉണ്ട്. എക്സാക്ട്ലി. അപ്പോൾ ഒരു 450+ വരുന്ന വണ്ടിക്ക് ഈ ബിഗ് വിങ്ങിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മാരുതിൻ്റെ ഈ നെക്സ പോലെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം റോയൽ എൻഫീൽഡിൻ്റെ വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ ഒരുമാതിരി ശരിക്കും നാട്ടിലേക്ക് വർക്ക്ഷോപ്പില്ലേ അതുപോലെ തോന്നും. ഓയിൽ മൊത്തം ഫ്ലോറിലും ഒരുമാതിരി മെയിൻറ്റൈൻഡ് അല്ല. അപ്പോൾ അത് റോയൽ എൻഫീൽഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു സർവീസ് 450 ആൻഡ് അബവ് 450 or 650 ഒക്കെ സെപ്പറേറ്റ് ഒരു സർവീസ് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതിൻ്റെ ഹൈറ്റ് എത്ര? എൻ്റെ 5 feet 11. 5 feet 11 ഉണ്ടോ? ഞാൻ 5 feet 5 ഉള്ളൂ. പക്ഷേ വണ്ടി മാനേജബിൾ ആണ്. ഈ സ്റ്റോക്ക് സീറ്റ് വരുന്നത് 825 ആണ് എൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അത് 845 വരെ പോകുന്നതാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. എൻ്റെ ലോ സീറ്റ് വേരിയൻ്റ് ഉണ്ട്, അതിന് 805 ആണ് വരുന്നത്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ 5 feet 5 feet 4 ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും. അതിന് നിയർലി 3,500 അങ്ങാണ്ടേ ലോ സീറ്റ് ഹൈറ്റിൻ്റെ വരുന്നത്. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാലും വലിയ വ്യത്യാസമില്ലാന്ന് പറഞ്ഞു കേൾക്കുന്നത്. സീറ്റ് ഹൈറ്റ് വലിയ പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. 511 ഡെഫിനറ്റ്ലി പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. വെയിറ്റ് പൊതുവേ ഭയങ്കര വെയിറ്റ് ആണെന്നുള്ള ഫീൽ പറയുന്നുണ്ട്. ഹൈനസിന് ഇത് വരുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ വണ്ടി കൊണ്ട് നിർത്തുന്നത്. ഇപ്പം എവിടെയെങ്കിലും ഇപ്പം തിയേറ്ററിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ റിവേഴ്സ് എടുത്താണ് കയറ്റിയിടുന്നത്. ചില സ്ഥലത്ത് സ്ലോപ്പ് ആയിരിക്കുമല്ലോ, റിവേഴ്സ് എടുക്കണേ വരെ ഓടിച്ചും കയറ്റുക. അങ്ങനത്തെ ഒരു നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വേണം കുറച്ച് സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ. വെയിറ്റ് കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഈ വണ്ടി എൻ്റെ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ടുവരുന്നത് ഞാൻ കൂടുതലും ഹൈവേസിലായിരുന്നു. 1-2 ദിവസം മാത്രം സിറ്റീസിൽ കൊണ്ടുവരുന്നത്. പക്ഷേ സിറ്റി ഡെയിലി യൂസിനൊക്കെ ഞാൻ ഇത് ഡെയിലി യൂസാണ്. അത് ശരി. ഓഫീസിൽ പോകണത് എല്ലായിടത്തും പോകണത് ഇത് തന്നെയാണ്. ഈ ഓഫീസിൽ നിൽക്കുന്ന ഹൈവേ സൈഡ് വല്ലതും സിറ്റിക്ക് അല്ല, ഹൈവേ ഉണ്ട്. സിറ്റിയിൽ ഇപ്പം ഇടയ്ക്ക് വരാറുണ്ട്. സിറ്റിയിലാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ എൻ്റെ ഡെയിലി വണ്ടി അത് ശരി. വേറെ ബാക്കപ്പ് വണ്ടി ഒന്നുമില്ല. അത് ശരി. ഓക്കെ. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല? ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലോണം പൊള്ളും. അത് പ്രത്യേകിച്ച് ഈ സൈഡിലേക്ക് എനിക്ക് ഇപ്പോഴും ഒരു പെയിൻ ഉണ്ട് ഇവിടെ. അത് ഈ സൈഡിലേക്കാണ് ഹീറ്റ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ബാംഗ്ലൂർ ക്ലൈമറ്റിന് അത് കുറച്ച് നല്ലതാണ്. അടുത്ത 2-3 മാസത്തേക്ക് നല്ലതാണ്. അല്ലാതെ സിറ്റിയിൽ കുറച്ച് ഹീറ്റിംഗ് ഉണ്ട്, നല്ല രീതിയിലുണ്ട്. ഫ്യൂൽ എക്കോണമി സിറ്റിക്കകത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. സിറ്റിക്കകത്ത് എനിക്കൊരു 25 to 27 കിട്ടുന്നുണ്ട് സിറ്റിയിൽ. അത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് അങ്ങനെ 25 താഴെ പോയിട്ടില്ല. ഹൈവേ ഞാൻ ഇപ്പം എന്താ വന്നത് ഒരു 52 കിലോമീറ്റർ ഓടി. എനിക്ക് 34 മൈലേജ് കിട്ടി. ഒരു 90-95 വന്നിട്ടും. അത് പുള്ളി ബാംഗ്ലൂരിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ടുവേർഡ്സ് അത്തിബലയാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലായി എന്താ പറഞ്ഞതെന്നുള്ളത്.
അവിടെ നിന്ന് വന്നിട്ട് പുള്ളിക്ക് എത്രയായിട്ട് മൈലേജ് 34. 34, which is not bad at all. അതും 90-95 ക്രൂസിംഗ്. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതും പെർഫോമൻസ് മോഡിൽ ഇട്ടിട്ട്. ഓ, പെർഫോമൻസ് മോഡലാണ്, ഈക്വൽ അല്ല. അത് ശരി. നമ്മുടെ ത്രോട്ടൽ റെസ്പോൺസ് അനുസരിച്ചിരിക്കും. മനസ്സിലായി. നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയും. നമ്മളൊരു സ്പീഡിൽ ലോക്ക് ചെയ്ത് നോക്കുക, സമാധാനത്തിൽ ഓടിച്ചു പോയാൽ ഒരു 34 ഒക്കെ വരെ കിട്ടും. അടിപൊളി. 95 ഒരു സമാനം അല്ല. അല്ല ഡെഫിനറ്റ്ലി വണ്ടിയുടെ സൈസും വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് സമാനം തോന്നുന്നു നമുക്ക് എന്തായാലും. ഞാൻ ഈ വണ്ടിയായിട്ട് പോയ സമയത്ത് ഞാൻ എപ്പോഴും 120 പിടിച്ച് വന്നുകൊണ്ടിരുന്നത്, 110, 120. അത് ആ സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 31, 32 ഒക്കെ കിട്ടും. പിന്നെ 120 എന്താണെന്നറിയില്ല, ഈ എഞ്ചിന്റെ ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു. 120 കറക്റ്റ് ഹൈനസ് ഓടിക്കണ ഒരു ഫീൽ വരും. ഒരു വൈബ്രേഷനും ഇല്ല, ഒന്നുമില്ല. എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു, ഹൈനസ് ഓടിച്ച് ശീലിച്ചു, ഹിമാലയോട്ട് അപ്ഗ്രേഡ് ചെയ്ത ആ വൈബ്രേഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഷൂട്ടിൽ ഒരു 390 അഡ്വഞ്ചറും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു, പുള്ളിക്ക് എത്താൻ പറ്റിയില്ല. അത് ആ വണ്ടിയേക്കാളും വൈബ്രേഷൻ കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഹിമാലയനിൽ ആ വ്യത്യാസം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഫുട്പെക്സ് വൈബ്രേഷൻ ഉണ്ടോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പൊതുവേ ഞാൻ ഹിമാലയൻ്റെ ഒരു ഫാൻ ആയിരുന്നില്ല. പക്ഷേ ഇവൻ്റെ ഈ വണ്ടി ഓൾമോസ്റ്റ് 1200 കിലോമീറ്റേഴ്സ് ഓടിയിട്ട് ഈ വണ്ടി കൊള്ളാം എന്ന് തന്നെ പറയണം എനിക്ക്. നീ അത്യാവശ്യം ഓഫ് റോഡ്സ് പോകുന്നതാണ്, ഈ വെയിറ്റ് വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കുറച്ച് പാടാണ്, ഞാനിപ്പോൾ അതൊന്ന് മാനേജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ അത്യാവശ്യം ഇതിനകത്ത് ടൂറിങ് ആക്സസറീസും കയറ്റി, അപ്പോൾ എക്സ്ട്രാ വെയിറ്റും കൂടെ ആയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റ് കുറച്ച് ടൂറിംഗിലേക്കാണ്. ഹൈനസ് ആയിരുന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ട കാട്ടിൽ എല്ലായിടത്തും കൊണ്ട് ഹൈനസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ എനിക്കൊരു പേടി, എങ്ങാണ് കയ്യിൽ പോയി കഴിഞ്ഞാലേ പിന്നെ ഇതിന് ക്രാഷ് കാർഡ് വെക്കണം. എക്സാക്ട്ലി, ക്രാഷ് കാർഡും ഇല്ല, അപ്പോൾ റിസ്ക് ആണ്. ഇപ്പോൾ 10,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. പെർഫോമൻസ് അപ്ഗ്രേഡ്സ് എന്തെങ്കിലും? BMC എയർ ഫിൽറ്റർ ആണ് നെക്സ്റ്റ്. ഓക്കെ. പിന്നെ പതിയെ നോക്കണം. ഞാനിപ്പോൾ ഓരോ ഇന്ന് എക്സ്പെരിമെന്റൽ സ്റ്റേജിലാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കയറ്റിയില്ല. അപ്പോൾ ഓരോ മാസം ഓരോന്നൊക്കെ ആയിട്ട്. എക്സോസ്റ്റ് മാറാൻ വല്ല പ്ലാനുണ്ടോ? ഉണ്ട്. സ്റ്റോക്ക് എനിക്ക് അത്രയും കുഴപ്പമില്ല. പക്ഷേ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു മേ ബി ഈ എൻകാൻ വെച്ചിട്ട് ഡീകാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പവർ റേഞ്ചിന്റെ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്, കാണുമ്പോൾ ഹിമാലയന്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് പോലെ ഇരിക്കും. പക്ഷെ കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിരിക്കും. എനിക്ക് പൊതുവെ സൗണ്ടിന്റെ ഇത് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ പറഞ്ഞാണ്ട് മേ ബി ഈ സ്റ്റോക്ക് എൻകാൻ തന്നെ വെച്ചിട്ട് ഡീകാറ്റ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് കുറയും. എക്സാക്ട്ലി 2 കിലോസ് എന്തുകൊണ്ട് കറക്റ്റ് വെയിറ്റ് എനിക്ക് അറിയില്ല, പക്ഷെ വെയിറ്റും റിഡക്ഷൻ ഉണ്ട് അതിന്റെ. എനിക്ക് പൊതുവെ ഭയങ്കര സൗണ്ട് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഓടിക്കുമ്പോഴും ഞാൻ 1-2 പേര് വണ്ടി ഓടിച്ച് കൂട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഇതിന്റെ എയർ ഇൻടേക്കിന്റെ സൗണ്ട് ഉണ്ടല്ലോ, അതായത് 4000 RPM. പണ്ട് നമ്മള് കേൻഡന്റെ ഒക്കെ ഫിൽറ്റർ വണ്ടി ആ ഒരു മുഴക്കം കിട്ടും, ആ സക്ഷന്റെ സൗണ്ട് ശരിക്കും ഒരു ഭയങ്കര കൈ കൊടുത്തൊരു 5500 RPM കഴിയുമ്പോ സൗണ്ട് ഇല്ലേ, മുഴക്കം ഫീൽ ചെയ്യും. അത് ഭയങ്കര സുഖമാണ് കേൾക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഒരു early 2000 എന്നെ കൊണ്ടുപോയി അവിടെ 1060 എന്ന് പറയാം കോണിക്കൽ ഫിൽറ്റർ, പണ്ട് പൾസറിലും അപ്പാച്ചിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര മുഴക്കമുണ്ട്. ആ ഒരു മുഴക്കം ഈ വണ്ടി ഓടിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും. അത് ഭയങ്കര ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പഴയ നെസ്റ്റ് ഫീൽ എനിക്ക് കിട്ടും. ഹൈവേയിൽ കൈ കൊടുത്തിങ്ങനെ നമുക്ക് ആ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എയർ വലിക്കുന്ന ആ സൗണ്ട് കേൾക്കും. അപ്പം എനിക്ക് തോന്നുന്നു BMC കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ വരാനാണ് സാധ്യത. ഡെഫിനറ്റ്ലി ആ ഒരു പവർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എക്സോസ്റ്റും കൂടെ മാറ്റണം. അപ്പോൾ എക്സോസ്റ്റും BMC ഫിൽറ്ററാണ്. റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടാവും, വൈബ്രേഷൻ ഭയങ്കരമായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ വണ്ടി അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് ഓടിച്ചിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ അനന്തുവാണ് ഓണർ. ഇതിൻ്റെ റെയർ വ്യൂ മിറേഴ്സിന് വൈബ്രേഷൻ കിട്ടാറുണ്ട്. പൊതുവേ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ധാരണയുണ്ടല്ലോ, സൈഡ് മിറർ ഒന്നുമില്ല, വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം വെച്ചേക്കണ. ഇതങ്ങനെയല്ല, എനിക്ക് ഒരു വൈബ്രേഷൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഔട്ട് സൈഡ് ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റിയർ വ്യൂ കുറച്ചുകൂടെ ബെറ്റർ വിസിബിലിറ്റി കിട്ടുമായിരുന്നു. ടൂറിംഗ് മിറേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ അഡ്ജസ്റ്റബിൾ ടൈപ്പ്. ഈ ഹൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 5'5", 5'6" ആൾക്കാർക്ക് പെർഫെക്റ്റ് ആണ്. എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വ്യൂയിങ് ആംഗിൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അനന്തിനെ പോലെ 5'11" അബവ് ആൾക്കാർക്ക് ചിലപ്പോൾ ടൂറിംഗ് മിറേഴ്സ് കുറെ കൂടി ഉപകാരപ്പെടും. എനിക്ക് വൈബ്രേഷനോ ഒന്നും പ്രശ്നം തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് റോയൽ എൻഫീൽഡിന്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് അങ്ങനെ തോന്നിയിട്ടില്ല. ഹൈനസിന്ന് ഇത് വന്നപ്പോഴത്തേക്കും ഹൈനസ് കുറച്ചൊരു ഡെഡ് ആയിട്ട് തോന്നി. അതെ, ഡെഫിനറ്റ്ലി അതൊരു ഓവർ സ്മൂത്താണ്. ആ ഒരു വണ്ടി ഓടിക്കണേന്റെ ആ ഒരു ഫീലിംഗ് ഇല്ല, ഒരു പ്രകടനസ് ഇല്ല, കുറച്ച് വൈബ്രേഷൻ ഉണ്ട്. ആ ഒരു വൈബ്രേഷൻ എനിക്ക് തോന്നുന്നു നെസസറി ആണ് നമുക്ക് വണ്ടിന്റെ ആ ഒരു കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി. എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ് ഇതിന്റെ സ്പോക്ക് വീൽസ്, അതായത് ട്യൂബ് ടയർ ആണല്ലോ എൻ്റെ കൂടെ വരുന്നത്. അതൊരു പ്രശ്നമാണ്. കാരണം എനിക്ക് ഹൈനസ് ഉള്ളപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും എടുത്തോണ്ട് രാത്രി പോവാണെങ്കിൽ തന്നെ, നാട്ടിലോ ചെന്നൈയിലോ പോവുകയാണെങ്കിൽ തന്നെ, ചെന്നൈ സ്ട്രെച്ച് പോയ ആൾക്ക് അറിയാം ആ ഒരു ഡെസേർട്ടഡ് സ്ഥലമാണ്. ഇപ്പൊ രാത്രി ഇപ്പം പഞ്ചർ കിറ്റ് ആയിട്ടാണ് ഞാൻ പോണത്. അതിന് എനിക്ക് പേടിയില്ലായിരുന്നു. എവിടെയെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം, കാറ്റടിക്കുക പോവാം.
ഇത് പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം നൈറ്റ് ഡ്രൈവ്സ് കുറച്ചു. ഓ ഓക്കെ ഓക്കെ. പീക്ക് നൈറ്റ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തി. അതെനിക്കൊരു എപ്പോഴും ഒരു പേടിയാണ്. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അത്രയും സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽസ് ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, അപ്പോൾ ഇവർ ആക്സസറീസിൽ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ട്യൂബ്ലെസ് വീൽസ്, അതെന്താ ചെയ്യാൻ? അത് ഇപ്പം റോയൽ എൻഫീൽഡിന്റെ ആ ഒരു പ്രൈസ് ഇൻക്രീസ് വന്നില്ലേ, ഓക്കെ, അതിന്റെ മുമ്പാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പൊ ഞാൻ ഓർത്ത് 11,000 അല്ലേ, വണ്ടി എടുത്തിട്ട് കുറെ കാശ് ഇറങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോ ഫണ്ട് ഒതുക്കിയിട്ട് നമുക്ക് വണ്ടി എടുക്കാം, അലോയിൽ എടുക്കാം. അന്നേരം ഒരു 11,000 ഉള്ളായിരുന്നു. വണ്ടി എടുത്ത് ഒരു 20 days കഴിഞ്ഞപ്പോഴത്തേക്കും റോയൽ എൻഫീൽഡ് പ്രൈസ് കൂട്ടിന്ന് പറഞ്ഞു. ആദ്യം 25 ആക്കി, പിന്നെ 40 ആക്കി. ഞാൻ കേരളത്തിലും ബാംഗ്ലൂരും എല്ലായിടത്തും വിളിച്ചു ചോദിച്ചു. എനിക്ക് ഓർമ്മ കിട്ടാനില്ല. ഒരു പേടിയുണ്ട്, എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ വഴി കിടക്കുമെന്നുള്ള ഒരു പേടിയുണ്ട്. ആർക്കായാലും 390 ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് അതിന് ട്യൂബ്ലെസ് ആണെന്നുള്ളത്. പക്ഷെ കണ്ടാൽ ട്യൂബ് ടയർ ആണെന്ന് ഈയിടെ എനിക്കത് അറിഞ്ഞത്. ട്യൂബ്ലെസ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ 390 ഒരു അഡ്വാൻറ്റേജ് ആണ് അതിൽ. പിന്നെ അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളതാണ് ഈ വൈസറിന്റെ പക്കത്തുള്ള എക്സ്റ്റൻഡർ. അത് എന്തിനാണ് ശരിക്കും വെച്ചിട്ടുള്ളത്? സ്റ്റോക്ക് വരുന്നത് ഇത്രേ ഉള്ളൂ, ഇവിടെ വരെ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യൂസ് ഇല്ല. വണ്ടി മേടിക്കുമ്പോൾ കൂടെ വരുന്നത് ഇത് റോയൽ എൻഫീൽഡിന് തന്നെ എക്സ്ട്രാ ടൂറിംഗ് വൈസറാണ്. പക്ഷെ അതിനും അതിന്റെ പ്രൊഫൈല് ഭയങ്കര നാരോ ആണ്, സ്ലിം ആണ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ബിൻഡു വരും. ഹെൽമെറ്റ് ഇങ്ങനെ കിടന്ന് ആടും. അതിനുവേണ്ടി പ്രോസ്പെക്റ്റിന്റെ ഒരെണ്ണം എടുത്ത. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കാറിലിരുന്ന് പോകുന്ന ഒരു ഫീലാണ്. ഒരു കാറ്റും കൊള്ളൂല. നമ്മുടെ 390 അഡ്വഞ്ചർ വെച്ച് നോക്കുമ്പോൾ ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒന്നും ഇല്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതാണ് അത്. കുറേ 390 കുറേ കാര്യങ്ങൾ ഓവർലോഡായിട്ട് എനിക്ക് തോന്നി. ഇലക്ട്രോണിക് വൈസ് ആണെങ്കിലും കുറേ റിലയബിലിറ്റി ഇഷ്യൂസ് വരും. അപ്പം എന്തെങ്കിലും ഒന്ന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതെ, എനിക്കും കൂടുതൽ ഇലക്ട്രോണിക്സ് എനിക്ക് ഓവർ ഇലക്ട്രോണിക്സ് എനിക്ക് ഇന്റർവെൻഷൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പൊ ഇതിന്റെ തന്നെയാണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് മോഡ്, ഈക്കോ മോഡ് വളരെ സിമ്പിൾ ആക്കി എനിക്ക് അത്ര മതി. അതെ. പിന്നെ ഇതിന്റെ മാപ്പ്, നാവിഗേഷൻ സിസ്റ്റം, ഞാൻ അതൊക്കെ ഒരു ബൈക്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എക്സാക്ട്ലി. ഇതിന്റെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ റോയൽ എൻഫീൽഡിന്റെ പറയാൻ വേണം. ആകെ ഡ്രോബാക്ക് പറയാനുള്ളത് റോയൽ എൻഫീൽഡിന്റെ ആപ്പിൽ കയറിയിട്ട് വേണം നമ്മൾ മാപ്പ് ഇടാനായിട്ട്. പിന്നെ ഫോൺ അൺലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഫുൾ മാപ്പ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ബട്ട് അഗൈൻ അടിപൊളിയാണ്. കാരണം നമ്മൾ എവിടെയും വഴിതെറ്റിക്കാണ്ട് കറക്റ്റായിട്ട് എത്തും. ഞാൻ യലൻകയിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി എത്താൻ വേണ്ടി ആ സമയത്ത് 1-2 സ്ഥലത്തൊക്കെ തെറ്റാറുണ്ട് എനിക്ക് എപ്പോഴും. പക്ഷേ ഞാൻ ടേൺ ബൈ ടേൺ നാവിഗേഷൻ മാത്രം നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട്, അതായത് ഏത് എക്സിറ്റാണ് എടുക്കണം എന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞത്. അതെനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഡെഫിനറ്റ്ലി മറ്റേ ഫോൺ അൺലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഫോണിൻ്റെ ചാർജ് കുറയും. അങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ഫുൾ മാപ്പ് ഇല്ലെങ്കിലും ഒരു ജുഗാഡ് പോലെ പരിപാടി ചെയ്തു. പവർ ബാങ്ക് കുത്തിയിട്ട് ഫോൺ ഈ ബാഗിലോട്ട് ഇടും. ഈ മഴയത്താണെങ്കിലും നമുക്ക് വേറെ ഈ ഫോണിന് ഡാമേജ് ആവുമെന്നുള്ള പേടി. പുറത്തൊന്നും മൗണ്ട് ചെയ്യാൻ വാട്ടർ പ്രൂഫ് ആണല്ലോ. ഭയങ്കര ഉൾവഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ മാപ്പ് ഓൺ ചെയ്തിടും. ഹെഡ് ലാംപ്സ്, എനിക്ക് ഇതിന്റെ ഹെഡ് ലാംപ്സ് രാത്രി ഹൈവേസിൽ ഓക്കെ ആണെന്ന് തോന്നിയിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി റോക്സ് ലാംപ്സ് ഉണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ ബൈക്കിന്റെ LED ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ LEDസും എന്തിനോ വേണ്ടി വെക്കുന്ന ഹെഡ്ലൈറ്റ്സ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ ഒരു ലൈറ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ ആക്ടിവേന്റെ ഹെഡ്ലൈറ്റ് പോലെ എന്തിനോ വേണ്ടി നടക്കുന്ന സാമ്പാർ. ഇതിന്റെയും ഹെഡ്ലൈറ്റ് മേലെ തെങ്ങിന്റെ വെള്ളോട്ടായിരിക്കും അല്ലേ? അതായിരുന്നു. എന്നിട്ട് താഴോട്ടാക്കി. ഇപ്പൊ ഈ ഫോഗ് ലാംപ്സ് വെച്ചിട്ടുള്ളത് ഇതിന്റെ മാഡോഗിന്റെ ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇതിന് ഹൈയും ലോവും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ പേര് ഇത് എല്ലാവരും വാങ്ങി വെക്കും. സിറ്റിക്കകത്ത് കൂടെയും എല്ലായിട്ടും കൊണ്ട് നടക്കും. ദൈവത്തിനോർത്ത് ഈ ഓക്സ് ലാംപ്സ് വെക്കുന്ന ആൾക്കാർ സിറ്റിയിൽ വെക്കാണ്ടിരിക്കുക. ആവുന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാപ്പ് കിട്ടും. മാഡോഗ് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എല്ലാ സാധനവും നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം, ക്യാപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ മാഡോഗിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ വളരെ ഹാപ്പിയാൻ പറഞ്ഞില്ലേ. ഹൈനസിൽ 4.5 കൊല്ലമായിട്ട് ഞാൻ മാഡോഗിൻ്റെ സ്കൗട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്നേ വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അവരെല്ലാ സപ്പോർട്ടും വാറണ്ടി കഴിഞ്ഞാൽ അവർ തരും. ആകെ റിക്വസ്റ്റ് ഉള്ളത് ഏത് ഓക്സ് ലാംപ്സ് വാങ്ങി വെച്ചാലും സിറ്റിയിൽ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അത് ഓൺ കമ്മിങ് ട്രാഫിക് കാറിൽ വരുന്നവരും ബാക്കി ബൈക്കിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതാണ് എൻ്റെ ബ്രേക്ക് പാഡ്സ്. ബ്രെംബോയുടെ ആണ് വരുന്നതെന്ന് അറിയാം. എൻ്റെ റേറ്റ് എന്ത് വരുന്നുണ്ടെന്ന് ധാരണയുണ്ടോ? ബ്രേക്ക് രണ്ടും കൂടെ മാറുമ്പോഴത്തേക്കും 6,000 വരുന്നുണ്ട്. ഒരെണ്ണത്തിന് 3,000 റുപ്പീസ് സംതിങ് വരുന്നുണ്ട്. ഓക്കെ. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വർത്ത് ദ പ്രൈസ്. ഷോപ്പിംഗ് പവർ അത്യാവശ്യം ഷോപ്പിംഗ് പവർ ഉണ്ട്, നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഈ 10,000 ഓടിയിട്ട് വല്ലതും മാറിയിട്ടുണ്ടോ? ഇല്ല മാറിയിട്ടില്ല. ബാക്ക് തീരാറായി. ഒരു 1000 കിലോമീറ്ററും കൂടെ ഓടുള്ളതെന്നാണ് പറഞ്ഞത് ചില സർവീസിന് പോയപ്പോൾ. ഇതൊരു ഇനി ഓടും, അത്യാവശ്യം ഉണ്ട്. അതിൻ്റെ ഇരട്ടി ഉണ്ട് ഇനി ബാക്കി. എനിക്ക് യൂസ് ടു ആയ ബൈക്കാണ് ഹൈനസും ഇതും. ഹൈനസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈനസിൻ്റെ 4,000 കിലോമീറ്ററിലേ പോയി. 4,000 കിലോമീറ്റർ ഉള്ള അതിൻ്റെ ലൈഫ് സ്റ്റോക്ക് വരുന്നത്. ഞാൻ പിന്നെ സെറാമിക്കിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പം 10,000 ആയി. എന്നിട്ടുണ്ട് ഇനി ഹാഫ് ലൈഫ് ഇനിയും ഉണ്ട് ഫ്രണ്ട്.
ബാക്ക് ഓൾമോസ്റ്റ് തീരാറായി, അതിനി മാറ്റണം. പിന്നെയുള്ളതാണ് ഇതിൻ്റെ വൈബ്രേഷൻ, അതായത് ഫ്രണ്ട് ബീക്കിൻ്റെയും ബാക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ വരയ്ക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് അതൊരു പർപ്പസ്ഫുള്ളി അങ്ങനെ കൊടുത്താണ്. കുറച്ച് ഫ്ലെക്സിബിലിറ്റി വേണം. കാരണം ഭയങ്കര റിജിഡ് ആയി കഴിഞ്ഞാൽ അത് കുറച്ച് ഒടിയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ലോ മോയിൽ ഇതിൻ്റെ ഓഫ് റോഡ് എന്തെങ്കിലും ജമ്പ് കാണുവാണെങ്കിൽ ഇതിങ്ങനെ ഫ്ലെക്സ് ചെയ്യണത് കാണാം. അപ്പോൾ അത് റിജിഡ് ആയി കഴിഞ്ഞാൽ സ്നാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിന് 2000 രൂപയാണ് ഒരു ഇൻഡിക്കേറ്ററിന് ഒരു സൈഡിൽ. അത് ശരി, ഓക്കെ. അപ്പോൾ 2000 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പൊടിയുണ്ടല്ലോ. പിന്നെ ഇതും കുറച്ച് എയർ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആടും. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചത്, ഞാൻ പറഞ്ഞില്ല, ഇവിടെ സൈഡിൽ സ്ക്രാച്ച് വീഴുന്നുണ്ട്. അത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് നമ്പർ പ്ലേറ്റ് അതിങ്ങനെ കിടന്ന് ആടുമ്പോൾ അതെ മുട്ടി ഇവിടെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്പർ പ്ലേറ്റ് കുറച്ച് പൊക്കി വെക്കണം, അല്ലെങ്കിൽ വളച്ചു വെക്കണം. മനസ്സിലായി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്രണ്ട് ഫെൻഡറിൽ ഈ നമ്പർ പ്ലേറ്റ്സ് മുട്ടി സ്ക്രാച്ച് ആവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഒന്നിൽ നമ്പർ പ്ലേറ്റ് കുറച്ച് പൊക്കി വെച്ചാൽ നന്നായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളതാണ് ചെളി തെറിക്കുന്നത്. അത് പുറയുന്ന ഫ്രണ്ടിൽ നിന്നൊക്കെ നമ്മളെ അങ്ങ് മൂടും ചെളി വെച്ച്. അത് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റൻഡർ വെച്ചിട്ടുണ്ട്. ഇതൊരു ജുഗാഡ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇത് വെച്ചോണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. വണ്ടി കഴിയും ഒരു 10 കിലോമീറ്റർ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ടയറിൻ്റെ വര പോലെ ഇങ്ങനെ വരും. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റിൽ ഇങ്ങനെ ഒരു വര പോലെ വരും. അപ്പം അത് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ക്രാഷ് കാർഡ് വെക്കാത്തത് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് റോയൽ എൻഫീൽഡിൻ്റെ വെച്ചില്ല? ഞാൻ കൂടുതലും റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ഓണേഴ്സിനോട് സംസാരിച്ചപ്പോൾ സ്റ്റോക്ക് വരുന്ന അത്രയും പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഹൈനസിൻ്റെ കൂട്ട് തന്നെ. ഹൈനസിൻ്റെ ജസ്റ്റ് ഞാൻ വെച്ചിട്ടില്ല. ഹൈനസിന് ഞാൻ വേറെ സാധനൻ്റെ വെച്ചേക്കും. ആ സെയിം ഒരു കൺസേൺ ആണ് ഇതിനും. സ്റ്റോക്ക് എനിക്ക് അത്രയും പ്രൊട്ടക്റ്റീവ്നെസ് അതിനകത്ത് ഇല്ല. ആ പർപ്പസ് ബിൽഡ് അല്ല. പിന്നെ ഈ ഷാസി ഒടിഞ്ഞു പോണതിന്റെ ഞാൻ ചോദിക്കാൻ പറ്റും, കുറേ പേര് ആഫ്റ്റർ മാർക്കറ്റ് വെച്ചിട്ട് ഷാസി ഒടിഞ്ഞു പോകാനൊക്കെ കേട്ടു. ആ ഒരു കൺസേണും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി മേടിച്ച ഉടനെ നമ്മൾ റിസർച്ച് ചെയ്യാണ്ട് വെക്കണ്ട. മനസ്സിലായി. ഇനി ഈ ഷാസി ഒടിഞ്ഞു പോയ ആൾക്കാർ ഇനി അത് റിസർച്ച് ചെയ്യും, പുതിയ ഡിസൈൻസ് കൊണ്ടുവരും. അതുവരെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. ഞാൻ കേട്ടേക്കണ ഇപ്പോൾ ഓട്ടോ എഞ്ചിനീയറിന്റെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ കേട്ടത്. ഒരു സ്റ്റോക്ക് ഡിസൈൻ തന്നെ കുറച്ചുകൂടെ എൻലാർജും പിന്നെ സ്ലൈഡേഴ്സും ഒക്കെ ഉണ്ട്. ഓട്ടോ എഞ്ചിനെ വെക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി. സൈഡ് സ്റ്റാൻഡ് വളരെ ചെരിഞ്ഞിരിക്കാന്ന് പറഞ്ഞു കേട്ടത്. അതൊരു പ്രശ്നമാണ്. ഇത് ഒരു 1.5 ബൈക്കിന്റെ വീതി കൺസ്യൂം ചെയ്യും സ്റ്റാൻഡിലിടുമ്പോൾ. നമ്മളതനുസരിച്ചുള്ള പാർക്കിംഗ് വെക്കണം. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള പാർക്കിംഗ് സ്പേസ് നോക്കി വെക്കുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാകും. ഇതിന് ഇത്ര സ്പേസ് എടുക്കണേ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഭയങ്കര ചരിഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ ചരിഞ്ഞിരുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് തിത്തേ കളിക്കണം. അതെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കൊണ്ടു നടന്നപ്പോൾ നമ്മുടെ കാല് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. ലെഗ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ക്ലച്ച് എങ്ങനെയാണ്? എനിക്ക് എല്ലാവരും പറയുന്നുണ്ട് ക്ലച്ച് കുറച്ച് ഹാർഡാണെന്ന്. പക്ഷെ എനിക്ക് അത്രയും റോയൽ എൻഫീൽഡ് ഇപ്പം പഴയ ഈ ബുള്ളറ്റ് ഉണ്ടല്ലോ 350, അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഹൈനസ് എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈനസ്സിൽ ആ ഒരു സെഗ്മെന്റിന് ആ ഒരു സ്മൂത്ത്നെസ് വേണം. പക്ഷെ ഇതിന് ആ ഒരു സ്മൂത്ത്നെസ് ആയിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടീൻ്റെ ആ ഒരു ഫീൽ കിട്ടില്ല. വണ്ടി എപ്പോഴാണ് ക്ലച്ച് എൻഗേജ് ആണ്, വണ്ടി എപ്പോഴാണ് മൂവ് ചെയ്ത് തുടങ്ങണം. പിന്നെ ഭയങ്കര ഈ ഒരു പവറിൽ ആ ഭയങ്കര സ്മൂത്ത് സോഫ്റ്റ് ക്ലച്ച് ആണെങ്കിൽ വണ്ടി തെറിച്ചു പോകും. അതായത് നമ്മളുടെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോകും. ഇതിന് ആ കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇതില്ല. 390 വെച്ച് നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്കും അങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ടൊന്നും ക്ലച്ച് തോന്നിയിട്ടില്ല. അത് അറിയില്ല, പലരും വെറുതെ പറയുന്നതായിരിക്കാം. എനിക്കാണ് തോന്നിയിട്ടില്ല. അനന്ത് ഓണറാണ്. 5 months 10,000 കിലോമീറ്റേഴ്സ്. പുള്ളിക്കും ഒരു തരത്തിലുള്ള കംപ്ലയിൻസും ഇല്ല. സിറ്റിയിലാണെങ്കിലും കൈ വേനെടുക്കില്ല. നമ്മൾ ആ അറ്റത്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ട്രൂ. ബാഷ് പ്ലേറ്റ് നമ്മൾ ശ്രദ്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് മെറ്റലാണ് വരുന്നത്. സെൻറ്റർ ഇടി വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അത് എക്സോസ്റ്റ് കവർ ചെയ്യണത് സ്റ്റീലാണ് വരുന്നത്. മനസ്സിലായി. മെയിനായിട്ട് വേണ്ട പ്രൊട്ടക്ഷൻ വേണ്ട എഞ്ചിൻ്റെ അവിടെ പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ മേടിക്കേണ്ടി വരും. ഇപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ മെറ്റൽ ബാഷ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാ ആക്സസറീസ്. മനസ്സിലായി. അപ്പോൾ അത് അല്ലെങ്കിൽ ഓട്ടോ എഞ്ചിൻ ഏതെങ്കിലും ഒന്ന് വെക്കാമെന്നല്ലേ? ഓക്കെ. ഇതിൽ കാര്യമായിട്ട് ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. ഇതിന് ഡയറക്റ്റ് ഡ്രൈവിൽ വരുന്നതാണ് 390 അഡ്വഞ്ചർ എസ്. അതിലുള്ള പോലെ ഇതിന് ക്രൂസ് കൺട്രോൾ ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, കോർണറിംഗ് ABS ഇല്ല. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. ട്രാക്ഷൻ കൺട്രോൾ നമ്മുടെ ഹൈനസിൽ ഉണ്ടായിരുന്നു, ഇതിലില്ല. അത് ഇത് ഓടിക്കും മിസ് ചെയ്യുന്നത്. അതാണ് ഒരുമാതിരി ഭയങ്കര എക്സ്ട്രീം ആയി പോയി. ഹൈനസിന് ട്രാക്ഷൻ കൺട്രോളിന്റെ ആവശ്യമില്ല, അതിനുള്ള പവർ ഇല്ല. അതിന് അവിടെ കൊണ്ടുപോയി ട്രാക്ഷൻ കൺട്രോൾ വെച്ചു. ഇതിന് പവർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. ജസ്റ്റ് ഒന്ന് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റോഡിലുള്ള ആ ഒരു ഓയിലി ലെയർ കാണുമല്ലോ, മനസ്സിലായി. ആ സമയത്ത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ വീൽ സ്പിൻ ഉണ്ട്, ചെറുതായിട്ടൊന്ന്
തെന്നി പോകുന്നുണ്ട്. അന്നേരം ഓർക്കും ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് ഒരു പോരായ്മയാണ്. പിന്നെ ടയർ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഇപ്പം 140 പോയിട്ടും കോർണറിങ് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് എനിക്ക്. അത് ഞാൻ ബെസ്റ്റ് ടെസ്റ്റ് ചെയ്തത് നന്ദി ഹിൽസിൻ്റെ ആ ഒരു റൂട്ടുണ്ടല്ലോ, ടോപ്പ് ടു ബോട്ടം ഫുൾ ടേൺ. അതിൻ്റെ ഇൻസ്റ്റയിൽ റീൽസിലുണ്ട്. 100-110 പോയിട്ടും ഫുൾ കവർ ചെയ്ത് ആ മൊത്തം ടയർ കോൺഫിഡൻസ് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ സ്റ്റോക്ക് ടയർസ് അത്യാവശ്യം റിലയബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. വേറെ അപ്ഗ്രേഡിൻ്റെ കാര്യം ഉണ്ടാവും, സ്റ്റോക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഹാൻഡിൽ ബാർ റേസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് സാഡ്ലിംഗ് ഒക്കെ? ഇത് വെക്കാൻ കാരണം എനിക്ക് കുറച്ച് അപ്രൈറ്റ് പൊസിഷനാണ് കുറച്ച് ഇഷ്ടം. ഇതിന് കുറച്ചുകൂടെ ഒരു കമാൻഡിങ് പൊസിഷനാണ്, ലീൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ഭയങ്കര ലോങ് പോകുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ പിന്നെയും ലീൻ ചെയ്ത് പോകും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്തു. പിന്നെ സാഡ്ലിംഗ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഭയങ്കര കുനിഞ്ഞിരിക്കണ പോലെ തോന്നി. മനസ്സിലായി, കുറേ കൂടി കംഫർട്ടബിൾ ആണ്. പിന്നെ ഹാൻഡിൽ സ്റ്റോക്കാണ്. പക്ഷെ സാഡ്ലിംഗ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം, 411 വെച്ച് നോക്കുമ്പോൾ 411 എനിക്ക് ഇവിടെ കൈ വെച്ചിട്ട് ഹഗ് ചെയ്ത് വെക്കാൻ പറ്റും. മാനുവറബിലിറ്റി കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇത് നമുക്ക് കുറച്ച് പാടാണ്. റോയൽ എൻഫീൽഡും റസ്റ്റിങ്ങും തമ്മിൽ നല്ലൊരു ബന്ധം പണ്ടേ മുതലുണ്ട്. ഹിമാലയനിലോട്ട് എത്തിയപ്പോൾ എങ്ങനെയാണ് അനന്തുവിൻ്റെ എക്സ്പീരിയൻസ്? ഹിമാലയൻ 450 ഇറങ്ങിയപ്പോഴത്തേക്കും റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു കോൺസെപ്റ്റേ മാറി. ഇപ്പം നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ എംബ്ലവും ഈ ചിഹ്നം ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബൈക്കിനെ പറ്റി അറിയാത്ത ഒരാൾ വന്ന് നോക്കുവാണെങ്കിൽ ഇത് റോയൽ എൻഫീൽഡ് ആണെന്ന് പറയത്തില്ല. ആ രീതിയിലുള്ള ഡിസൈൻസും അതിൻ്റെ റിഫൈൻമെൻറ്റും റസ്റ്റ് ഇഷ്യൂ എനിക്കിതിനില്ല. ഹൈനസ് വെച്ച് നോക്കുമ്പോൾ ഹൈനസിൻ്റെ എവിടെ നോക്കിയാലും റസ്റ്റ് ഇഷ്യൂ ഉണ്ട്. എൻ്റെ ബൈക്കിന് ഈ വെൽഡ് പോയിന്റ്സ് ഉണ്ടല്ലോ ഫ്രെയിമിൽ, വെൽഡ് പോയിന്റ്സിലാണ് റസ്റ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സ്പ്രേ പെയിന്റ് വെച്ചേക്കുവാ ബ്ലാക്ക്. ഞാൻ കാണുമ്പോൾ പെയിന്റ് അടിക്കും, അത് പിന്നെ ഇളകി വരും. പിന്നെ പെയിന്റ് ക്വാളിറ്റിയും ഹോണ്ടന്റെ ഭയങ്കര മോശമായിരുന്നു. ഈ ടൂൾ ബോക്സ് ഇതുണ്ടല്ലോ കവർ, അവിടെ നിന്നൊക്കെ പെയിന്റ് ഇങ്ങനെ ചിപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഇതിനെനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. റോയൽ എൻഫീൽഡിന്റെ ആ ഒരു തെറ്റുകാരനല്ല, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആൾക്കാരുടെ. റസ്റ്റാണ്, ഭയങ്കര വൈബ്രേഷനാണ്, പവർ ഇല്ല, അതൊന്നും ഇല്ല ഈ വണ്ടിക്ക്. അങ്ങനെ ഇല്ല. ആ ഒരു റോയൽ എൻഫീൽഡിന്റെ ആ ഒരു ഇതങ്ങ് മാറി. റോയൽ എൻഫീൽഡ് പഴയ റോയൽ എൻഫീൽഡ് അല്ല. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട സമയമായി. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് റോയൽ എൻഫീൽഡ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ ഒരു വണ്ടിയാണത്. ആകെ ഉള്ളത് ഹീറ്റിംഗ്, റോയൽ എൻഫീൽഡിന്റെ ട്രേഡ് മാർക്ക്. അതെ, പിന്നെ അത് ഡെഫിനറ്റ്ലി പവർ ഓടിയ വണ്ടികൾക്ക് ഹീറ്റിംഗ് പ്രതീക്ഷിക്കാം. അത് കാര്യമാക്കണ്ട. 450cc ആണ് ഒരു, അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടേ വണ്ടി എടുക്കേണ്ടത്. അല്ലാത്തവർ ഹിമാലയൻ EV വരുന്നുണ്ട്, അത് അതിന് മുടിഞ്ഞ ടോർക്കാന്ന് കേട്ടോ. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, സ്ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. ആ ഒരു മറ്റേ മോട്ടോവേഴ്സിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കൈ കൊടുക്കും, സ്പിന്നാവും. അപ്പോൾ ഹിമാലയൻ 450യുടെ ഒരു 5 months 10,000 കിലോമീറ്റേഴ്സിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിരുന്നു. ഹിമാലയൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും ഹിമാലയൻ എടുത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി കമൻസിൽ പറയാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസിൽ അറിയിക്കുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. Thank you for watching. Take care. Ride safe. Bye.